ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഫ്രൂന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. പിന്നെ സർപ്രൈസിൻ്റെ ഒന്നും അറിയാനായിട്ടുള്ള ആൾക്കായിട്ടില്ല, എന്നാലും നമ്മുടെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലെ ഇഫ്രൂന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതേ ആളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആടെ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അപ്പോൾ വാപ്പിച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ താഴേക്ക് പോവാണ്. അപ്പോൾ ലിഫ്റ്റിലേക്ക് കയറി. അങ്ങനെ ഇഫ്രു അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. പുറത്ത് പോകാൻ പോകുമ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടവും ബഹളവും ആയിരിക്കും. ഇതെപ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഇതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാറിലോട്ട് കയറത്തില്ല, ഇങ്ങനെ ഓടി റോഡിലേക്ക് പോവും. കുറച്ചിങ്ങനെ ബഹളം വെച്ച് കഴിയുമ്പോഴത്തേക്ക് എടുക്കാൻ വരും. അപ്പോഴത്തേക്ക് ഇതേ വാപ്പിച്ചിട്ട് അടുത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വെള്ളം ഇവിടെ പിന്നെ ചൂടിൻ്റെ കാര്യം പറയണ്ട. അപ്പോൾ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കണം, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഇനി ഇഫ്രൂന് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കും. ഇൻഫെക്ഷനൊക്കെ വരാനായിട്ട് പെട്ടെന്നായിരിക്കും. അപ്പോൾ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഇക്ക പറഞ്ഞു നമുക്ക് ഇഫ്രൂനൊരു സൈക്കിൾ മേടിക്കാമെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് സൈക്കിൾ മേടിക്കാനാണ്. അപ്പോൾ ഒരു മോഡലൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു മോഡലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇക്കാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് മേടിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇഫ്രൂനെ കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇഫ്രൂനെ എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിൽ വാപ്പച്ചി ഇറങ്ങി അവിടെ. അപ്പോൾ അവിടോട്ടാക്കിയിട്ട് ഞാനും ഇക്കായും കൂടെ പോവാണ്. പിന്നെ വാപ്പച്ചിയും അവിടെ ചുവാക്കായും ചപ്പായൊക്കെ ഉണ്ട്, എൻ്റെ മൂത്താപ്പായും അവരുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇഫ്രു നിന്നോളും, വലിയ ബഹളം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്. നല്ല തിരക്കുണ്ടെന്ന്, വീക്കെൻഡൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ മേടിച്ചാലും ആളെ ഇങ്ങനെ ചവിട്ടി പഠിപ്പിക്കുകയൊക്കെ വേണം. അപ്പോൾ ആദ്യം എന്തായാലും ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വേറെ വണ്ടിയും ഒക്കെ ഇരിപ്പുണ്ട്. എന്നാലും ഇഫ്രൂന് ഈ സൈക്കിളിനോട് ഇപ്പോൾ ഒരു ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓർത്ത് ഞങ്ങളിത് ഡേ ആൻഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടിരുന്നത്, ഇവിടുത്തെ സൈക്കിളിൻ്റെ അപ്പോൾ എന്തായാലും അവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അകത്തേക്ക് കയറിയതോടെ ടോയ്സ് മാത്രമല്ല, കുറേ എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഷോപ്പാണ്. കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഞാനിപ്പോൾ സൈക്കിൾ നോക്കാൻ വന്നുകൊണ്ട് ഞാനങ്ങനെ ഒരുപാടൊന്നും നോക്കിയില്ല. അപ്പോൾ കുറേ ടോയ്സിൻ്റെ ഇവിടെ വന്ന് കുറച്ച് അതൊക്കെ നോക്കി, പിള്ളേരുടെ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി, അല്ലാണ്ട് എല്ലാ സൈഡും ഒന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ കുറേ ടോയ്സും ഇതുപോലെ നല്ല ഓഫറുണ്ട് ഇവിടെ, അതാണ് മെയിൻ. ഇവിടെ ഓഫറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ മോഡൽ വണ്ടി ഇരിപ്പുണ്ട്. ഈ ഒരു കാർ പോലത്തെ ഒക്കെ ഇഫ്രൂനുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ വന്ന ഈ ഒരു മോഡൽ സൈക്കിളാണ്. പക്ഷെ അതിൻ്റെ വേറൊരു സെയിം മോഡൽ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു, ആ ഒരു മോഡൽ ഇവിടെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വേറെ അല്ലാണ്ടും കുറേ ടോയ്സും പിള്ളേർക്കൊക്കെ കുറേ ടോയ്സും ഒക്കെ ഉണ്ട്. അത് അത്യാവശ്യം റീസണബിളായിട്ടുള്ള റേറ്റും ഒക്കെയാണ്. ഇക്ക അവിടെ സൈക്കിൾ നോക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഈ ടോയ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഈ കുട്ടികളുടെ സെക്ഷനിലുള്ള ടോയ്സിൻ്റെ അടുത്തൊക്കെ ഇവിടെ ആ ഒരു സെക്ഷനിൽ വന്ന് നോക്കാനായിട്ടും കുറേ പാവങ്ങളുടെ സെക്ഷനിലൊക്കെ നോക്കാനും. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇഷ്ടമുള്ള സെക്ഷൻ ഇങ്ങനെ പാത്രങ്ങൾ ഒരു സൈഡാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ സൈക്കിൾ നോക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ എന്തായാലും വന്നതിൽ കുറച്ച് ഈ പാത്രത്തിൻ്റെ സൈഡ് വരുമ്പോൾ എവിടെ പോയാലും ഈ പാത്രങ്ങളും ഒക്കെ സൈഡ് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെയൊക്കെ കയറി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കയറി നോക്കി. കുറേ നല്ല കപ്പും ഗ്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രൗൺ മോഡലിലുള്ള ഈ ഒരു ക്രൗണൊക്കെ വെച്ച കപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് രസമായിട്ട് തോന്നി. ഞാൻ വേറെ എവിടെയും ഈ ഒരു മോഡൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് 15 റിയാൽ എന്തോ ആയിരുന്നു ഒരു കപ്പിന്. പിന്നെ അല്ലാണ്ടും കുറേ ടൈപ്പ് കപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി. അപ്പോൾ ഇക്ക സൈക്കിൾ നോക്കി വന്നപ്പോഴത്തേക്കും അവിടെ നമ്മൾ അന്വേഷിച്ച് വന്ന മോഡലില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ വേറൊരു ബ്രാഞ്ചുണ്ട്, അവിടെ ഉണ്ടെന്ന് കരുതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇഫ്രൂനൊരു സിപ്പർ ബോട്ടിൽ എടുക്കണമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ നോക്കുകയാണ്. അവിടെ കുറേ ബേബീസിൻ്റെ ഇതുപോലെ ബോട്ടിൽസൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറുതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച കുറച്ചുകൂടെ വലുതും ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തായാലും രണ്ടും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ വേറെ സ്റ്റോക്കൊന്നുമില്ല, അവരുടെ സ്റ്റോക്ക് വേറെ ഒരു ഷോപ്പിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷോപ്പിൽ പോകാം.
ഇഫ്രു ഇങ്ങനെ വരാത്തത് കൊണ്ട് കുറച്ച് നേരം ഇഫ്രു അങ്ങനെ മാറിയൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ ഇല്ലാണ്ട് ഇഫ്രു അങ്ങനെ മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വാപ്പച്ചിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമുക്കൊരു എപ്പോഴും ഇഫ്രു നമ്മളോടൊക്കെ കാണും. അപ്പോൾ ഇഫ്രു ഇപ്പം ഇല്ലാത്ത ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുൾ ബഹളമായിരിക്കും. അതാണ് നമ്മൾ അവിടെ ആക്കിയിട്ട് വന്നത്. അപ്പോൾ അതേ അടുത്തൊരു ബ്രാഞ്ചിൽ അവരുടെ വേറൊരു ബ്രാഞ്ചാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നു. ഇതും സെയിം ഷോപ്പ് പോലത്തെ തന്നെ ഷോപ്പാണ്. കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എല്ലാം അങ്ങോട്ട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എല്ലാ സൈഡും. ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇത് നോക്കാൻ വന്നതുകൊണ്ടും പിന്നെ ഇഫ്രൂനെ അവിടെ ആക്കിയിട്ട് വന്നതുകൊണ്ടും പെട്ടെന്ന് സൈക്കിൾ മേടിച്ചിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നിന്നത്. അതുകൊണ്ട് എല്ലാ സൈഡിലൊക്കെ ഒന്നും പോയി നോക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ ആ ഒരു ടോയ്സ് ആ ഒരു സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ കുറേ ഉണ്ട്. ഈ ഫ്ലാസ്ക് ടൈപ്പ് നമ്മുടെ വെസൽസും അങ്ങനത്തെ കിച്ചണിലേക്കുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അല്ലാണ്ട് ഇതുപോലെ വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. ഒരു നല്ലൊരു ഷോപ്പായിരുന്നു. എന്തായാലും ഞാൻ വേറൊരു ദിവസം പോയിട്ട് ജസ്റ്റ് എല്ലായിടവും നോക്കി വിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ മുകളിലേക്ക് പോകണം. അപ്പോൾ അവിടെയാണ് കുട്ടികളുടെ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ ഉള്ളത്. താഴെ പിന്നെ കുറേ ഹൗസ് ഹോൾഡായിട്ടുള്ള ഐറ്റംസിൻ്റെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകണം. അവിടെ പിന്നെ പല ടൈപ്പ് നമ്മുടെ ടൂറിസ്റ്റ് പെട്ടി ഒക്കെ ഇരിപ്പുണ്ട്. മാറ്റുണ്ട്. അതുപോലെ വലിയ പിള്ളേരുടെ തന്നെ സൈക്കിള്, പിന്നെ കുട്ടികളുടെ ഇതുപോലെ ടോയ്സ്, അങ്ങനെ എല്ലാ സെക്ഷനുമുണ്ട്. പിന്നെ ഡ്രസ്സ്, അങ്ങനെ എല്ലാം ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതേ അവിടെ വന്നു. കുറേ ടൈപ്പ് ഈ സൈക്കിൾ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് വണ്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നോക്കി വന്ന സൈക്കിൾ അവിടെ കിട്ടിയത് ഈ ഒരു മോഡലാണ് നമ്മൾ നോക്കി വന്നത്. പക്ഷെ അത് ലാസ്റ്റ് പീസായിരുന്നു നമ്മളവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഒരു ഡാമേജ് ആയിട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പം അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലാസ്റ്റ് പീസാണ്, വേറെ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, ഇതെടുക്കണോ വേണ്ടയോ എന്നൊക്കെ. അപ്പം നമ്മളത് ആ സൈഡിൽ തന്നെ കുറേ അല്ലാണ്ട് വണ്ടിയും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് വന്ന ആ ഒരു സൈക്കിളാണ് നമുക്ക്. അത് കിട്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് തീർന്നു പോവുകയും ചെയ്തു, സ്റ്റോക്ക് തീർന്നു. അപ്പം അങ്ങനെ നമ്മളവിടെ നോക്കി നടക്കുകയാണ് വേറെ ഒരു പീസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. പക്ഷേ വേറെ കുറേ ടൈപ്പ് സൈക്കിളും സ്കൂട്ടർ പോലത്തെയും വണ്ടിയും ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ നോക്കി വന്ന സംഭവം അവിടെ ഇല്ലായിരുന്നു. ലാസ്റ്റ് പീസ് ആ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് പിന്നെ ഇത് ചവിട്ടി പഠിക്കുകയും കൂടെ വേണമല്ലോ. ഇതിങ്ങനെ ഉന്തി പോകുന്ന ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ ഈ ചവിട്ടുന്ന സൈക്കിൾ പോലത്തെയും കൂടെ ജോയിൻ്റ് ആക്കിയിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇതിനെന്താ പറയുക, ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ പേര്. അപ്പോൾ ആദ്യം നല്ല ഓഫറിലവിടെ 19 റിയാൽ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ സൈക്കിൾ അവിടെ ചെറുതും വലുതും അങ്ങനെ കുറേ ടൈപ്പ് വലിയവർക്കും ഒക്കെ ഉള്ളത് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഈ ഫിലിപ്പീൻസുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ വലുതുണ്ട്. അതാണ് അവർ യൂസ് ചെയ്യുന്നത് പോകാനായിട്ടൊക്കെ ആണെങ്കിലും. ഇവിടെ നമ്മൾ റോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഈ ടൈപ്പിൽ കുറച്ചുകൂടെ വലുത്. നല്ല ഇത് കുട്ടികളെ കളിക്കുന്ന മോഡലാണ്. പക്ഷെ ഇതിൻ്റെ വലുതുണ്ട്, അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവിടെ കുറേ ഒരു വലിയൊരു ഏരിയയിൽ തന്നെ ഫുൾ ഡ്രസ്സിൻ്റെയും അങ്ങനെയൊക്കെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കി വന്നത് കിട്ടിയില്ല സൈക്കിൾ, അവിടെ ആ ഒരു സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്നും ഇറങ്ങി. പിന്നെ ഇഫ്രൂനെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇഫ്രു അവിടെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 10 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തുന്ന ഇഫ്രൂനെ ഇനി വിളിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി വേറെ എവിടെയെങ്കിലും ഷോപ്പിൽ പോയി നോക്കുകയെല്ലാം ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇഫ്രൂനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഫുൾ കരച്ചിലായിരുന്നു. അവിടെ വാപ്പച്ചിയും ഇച്ചുവാക്കായും ചപ്പായും അവരെല്ലാവരും ഉള്ളതുകൊണ്ട് അവിടെ ആൾ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഫുൾ ബഹളമായിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചിരുത്തിയേക്കാണ്. ബൈ പറ. ബൈ. ഹായ്. എന്തുവാ? ഓക്കെ. ഇപ്പം നമ്മൾ വേറൊരു ഷോപ്പിൽ വന്നത് ടോയ്സ് മാത്രമുള്ള കുട്ടികളുടെ വണ്ടി അങ്ങനെ കുറേ ടോയ്സ് ഉള്ള ഷോപ്പാണ്. അപ്പോൾ അത് പുറത്തുനിന്ന് കണ്ട് അതെൻ്റെ സന്തോഷത്തിലാണ് ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇഫ്രൂന് ഇനി ഇഫ്രൂനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇഫ്രൂ കയ്യിലൊന്നും ഇരിക്കുന്നില്ല, ഫുൾ ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന വണ്ടി കയറിയിട്ട് അതിന്ന് സ്റ്റാർട്ടാക്കലും ഓടിക്കാൻ നോക്കലും ഒക്കെ ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ അവിടെ സൈക്കിൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെങ്കിലും നമ്മളിനി ഉദ്ദേശിച്ച മോഡൽ കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു മോഡൽ കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ മുകളിലേക്ക് കയറണം. അപ്പോൾ അവിടെയാണ് ഈ സൈക്കിളിൻ്റെ സെക്ഷൻ. മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇഫ്രൂദ് അതിൻ്റെ ആ ഒരു നെറ്റിൻ്റെ സംഭവത്തിൽ കയറിയിട്ടിരുന്ന് ബഹളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടപ്പോൾ തന്നെ കുറേ ടൈപ്പ് സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. ഇഫ്രൂ കയറിയപ്പോൾ തന്നെ അതിൽ കയറിയിട്ട് ചാടാനായിട്ടുള്ള ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് നിൽപ്പുണ്ട്. അത് നോക്കിയിട്ട് ചെറിയൊരു പേടിയും ഉണ്ട്, എന്നാൽ ചാടണമെന്നും ഉണ്ട്. അങ്ങനെ നിൽക്കുകയാണ് ആളവിടെ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സൈക്കിളിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇതിലിപ്പോൾ ഏതാണ് സെലക്ട് ചെയ്യാമെന്ന് എനിക്കും കാക്കും ഡൗട്ടായിപ്പോയി. അതുപോലെ സൈക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു എണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ അത് ഇഫ്രൂനെ ഇരുത്തുന്നുണ്ട്. അപ്പോൾ സൈക്കിൾ കണ്ടപ്പോഴത്തേക്ക് ആൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയൊക്കെ വന്നു ഭയങ്കര ഹാപ്പി ആയിട്ട്. ഒരാൾ സൈക്കിളിൽ കയറി ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ചവിട്ടാൻ എന്തായാലും അറിയില്ല, നമ്മളിനി അത് ആ ഒരു ചവിട്ടി പഠിപ്പിക്കണം. പിന്നെ ആണെങ്കിൽ ഇത് ഭയങ്കര ചെറിയൊരു സൈക്കിളായിപ്പോയി. നമ്മൾ ഭയങ്കര കുഞ്ഞതായിപ്പോയി സൈക്കിള്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേറെയും കുറേ മോഡലുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണ് ഇഫ്രായിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു സൈക്കിൾ കണ്ടു, ഇത് നല്ല വലുതുമായിപ്പോയി. ഞങ്ങളപ്പം ഫുൾ ഡൗട്ടായിട്ട് നിൽക്കുകയാണ് ഏതെടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഈ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെയും നോക്കി കുറേ. അങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു സൈക്കിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു ലവ് മോഡലിലുള്ളൊരു ബാസ്ക്കറ്റ് പോലൊക്കെ വന്നിട്ടുള്ളൊരു സൈക്കിള്. അപ്പം നമ്മൾ വേറെയും കുറേ നോക്കി. അങ്ങനെ ഈ ഒരു സൈക്കിൾ നോക്കാമെന്ന് വിചാരിച്ചു. ഇഫ്രൂനാണെങ്കിൽ ഏതിൽ കയറി ഇരിക്കണം എന്നറിയാണ്ട് നടക്കുന്നു. നമ്മൾ ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനിൽ നടക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഈ ഒരു ടൈപ്പിലുള്ള സൈക്കിളും വണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു, ജീപ്പും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു സൈക്കിൾ സെലക്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ കാണിക്കുന്ന സൈക്കിള് അതിൻ്റെ വേറെ കുറേ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏത് കളറാണ് എടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഗ്രീനും ഈ ഒരു റോസും ആ ഒരു പിങ്ക്, റാണി പിങ്ക് കളർ, ഈ ഒരു കളറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഹാൻഡിലും ഇതിൻ്റെ സീറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, അവരുടെ ആ ഒരു ഹൈറ്റിൽ വെക്കാം. പിന്നെ താഴെ വന്നപ്പോഴത്തേക്ക് അവിടെ വേറൊരു കുട്ടി, ഒരു സുഡാനി ഒരു മോളാണ്. അപ്പോൾ അത് ആ ഒരു കുഞ്ഞു ട്രോളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഈ ഒരു ബേബീസിൻ്റെ ടോയ്സിൻ്റെ ഒക്കെ ഷോപ്പ് ആയതുകൊണ്ട് കുഞ്ഞു ട്രോളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോന്നെടുത്ത് അതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു. ഇഫ്രൂം അത് നോക്കിയിട്ട് ഇടാനൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടൊക്കെ വീട്ടിലേക്കൊക്കെ വന്നു. കുറച്ച് ബഹളമൊക്കെ വെച്ചു. പിന്നെ സൈക്കിൾ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോയി. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പം സൈക്കിളിൽ ഇരിക്കുകയാണ്. വണ്ടിയിലെടുത്ത് വെച്ചപ്പോൾ തൊട്ടിട്ട് ഇഫ്രൂ സൈക്കിളിൽ ഇരിക്കാൻ ബഹളമായിരുന്നു. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് കളർഫുള്ളായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഈ ഒരു കളറാണ് എടുത്തത്. ഇനിയിപ്പോൾ ഇഫ്രൂനെ സൈക്കിൾ ചവിട്ടാനായിട്ട് പഠിപ്പിക്കണം. സൈക്കിളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൈക്കിളിൽ തന്നെയാണ് ഹാൻഡിലും സീറ്റും ഒക്കെ ആളുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.